വിഷുക്കണി വെക്കാനായിട്ട് വിളക്ക് കൊണ്ടുവന്ന് വെച്ചപ്പം ഇയാൾ കാല് കൊണ്ടെടുത്ത് ഇയാൾ കാല് കൊണ്ട് തട്ടിക്കളഞ്ഞു. സ്വാമി അദ്ദേഹത്തിന് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് എത്ര മരുന്ന് ചെയ്തിട്ടും മാറുന്നില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാർ അങ്ങോട്ട് കയറി ചൊറിയാതിരിക്കുകയും ചൊറിഞ്ഞാൽ തന്നെ മുറിവുണ്ടാകാതിരിക്കുകയും ചെയ്തു പറയണം. ചെറിയ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. നമസ്കാരം. വിദേശത്ത് വളരെ കാലം ജോലി ചെയ്ത ഒരാൾ, അദ്ദേഹം വീട്ടിൽ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. വയസ്സ് 37. വീട്ടുകാർ ഒരുപാട് പെൺകുട്ടികളെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇദ്ദേഹം ഇവിടുത്തെ വലിയ മാട്രിമോണിയൽ കമ്പനികൾക്കെല്ലാം പൈസ കൊടുത്ത് മതിയായി. എന്നെ വിളിച്ചു, സ്വാമി എനിക്ക് കല്യാണം നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 37. എന്താണ് നക്ഷത്രം? ഇതാണ് നക്ഷത്രം. ഞാൻ പറഞ്ഞു വൈകുന്നേരം 9 മണി കഴിഞ്ഞ് വിളിക്ക്, ഞാൻ പൂർവ്വജന്മം നോക്കിയിട്ട് പറയാം. വിദേശത്താണ്. ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, പിന്നെ ഇളയ സഹോദരിയുണ്ട്, പിന്നെ ഇളയ സഹോദരിയുടെ ഭർത്താവുണ്ട്. അവൻ വെള്ളമടിച്ച് രാത്രി വന്ന് ബഹളമൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെയാണ് അവൾ വീടൊക്കെ നോക്കുന്നത്, അവളെ നോക്കുന്നത് ഞാൻ തന്നെ. അവൾക്കൊരു കുട്ടിയുണ്ട്. അവൻ എപ്പോഴങ്ങനെ തീരുമോ സ്വാമി? ഞാൻ ചോദിച്ചു അയാൾ അവിടെ കിടന്നോട്ടെ, സഹോദരിയെ തല്ലുവോ? തല്ലത്തൊന്നുമില്ല, ബഹളം വെച്ച് കുടിച്ചിട്ട് വന്നോട് ഉടനോട് എന്തെങ്കിലും ബഹളം വെച്ച് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. പിന്നെ അവിടെ ഇരുന്നോട്ട്, ഇത്തിരി മദ്യപിക്കുന്നല്ലേ ഉള്ളൂ, നമ്മുടെ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോണ്ട ഞാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം രാത്രി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ സ്വാമി? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ അവൾ വിധവയാവുകയോ അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനാണ് യോഗം. അതെന്താ സ്വാമി അങ്ങനെ? അതെങ്ങനെ നിങ്ങൾ നേരിട്ട് വന്നാലേ എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ വഞ്ചിച്ച പെൺകുട്ടി നിങ്ങൾ വിവാഹം കഴിക്കാമെന്ന വാക്ക് കൊടുത്ത് അവളെ ഗർഭം ധരിപ്പിച്ച് കുട്ടിയോടുകൂടി അവളെ ഉപേക്ഷിക്കുകയും അവൾ ആത്മഹത്യയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വിവാഹം ലേറ്റാവും. 35 വയസ്സ് കഴിഞ്ഞ് വിവാഹം വരികയും ആ പെൺകുട്ടി ഈ ജന്മത്തിലേക്ക് വന്ന് നിങ്ങളെ വിവാഹം കഴിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടി നിങ്ങളെ പൂർവ്വജന്മത്തിലല്ലേ, ആ കുട്ടി നിങ്ങൾ ചിലപ്പോൾ ജനിച്ചേക്കാം. ഇത് ഞാൻ പറഞ്ഞു സ്വാമി ഇങ്ങനെ പുനർജന്മം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ അസ്വസ്ഥമാക്കി എങ്ങനെ സ്വാമി? ഇത് ഈ ജന്മത്തിലെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ. ഞാൻ പറഞ്ഞു ഇതാണ് നിങ്ങളുടെ അവസ്ഥ. അദ്ദേഹത്തിന് ഇത് ഈ സംസാരം നടക്കുന്ന പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടെന്നും ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇപ്പോൾ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. ഞാനീ പറഞ്ഞ വിഷയം എപ്പോഴോ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതാണ്. അദ്ദേഹം വീണ്ടും എന്നെ വിളിക്കുന്നു, സ്വാമി ഇങ്ങനെ പറഞ്ഞിരുന്നു, എനിക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണ്, പക്ഷേ ഞാൻ ആദ്യമൊന്നും അവളെ കല്യാണം കഴിഞ്ഞെന്ന് തോന്നത്തില്ല, എനിക്ക് അവളെ കണ്ട് ഇഷ്ടമായി. ആലോചിച്ചോ പറഞ്ഞു ഭർത്താവ് ഇങ്ങനെ മാറി നിൽക്കുകയാണ്, ഭർത്താവുമായിട്ട് കേസ് നടക്കുകയാണ്. അതുകൊണ്ട് അപ്പോൾ ഇയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇയാൾ മാനസികമായിട്ട് അവർ രണ്ടുപേരും തമ്മിൽ അടുത്തു. അപ്പോൾ പറഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കല്യാണം കഴിക്കാം. അപ്പോൾ എന്താണ് ഡൈവോഴ്സിന് ബുദ്ധിമുട്ട്? ഇവളുടെ സ്വർണം ഈ പെണ്ണിൻ്റെ സ്വർണവും എന്തൊക്കെ കാര്യങ്ങൾ ആ ഭർത്താവൻ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നാ വീട് മേടിച്ചു എന്നൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പൈസയുണ്ട്, കേസ് കൊടുത്തേക്കാണ്, ആ സ്വർണം തിരിച്ചു വേണം. അപ്പം വക്കീലന്മാർ പറഞ്ഞു നമ്മൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് എമൗണ്ട് കുറയ്ക്കും, സ്വർണം ആഭരണങ്ങൾ കുറയ്ക്കും, അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടി വയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ കൂട്ടി വെച്ച് കേസ് കൊടുത്തു. ഭർത്താവ് പറഞ്ഞു നിന്നെ എനിക്ക് ആവശ്യമില്ല, പക്ഷേ നീ ഈ കള്ളം പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ ഡൈവോഴ്സ് തരത്തില്ല. എങ്ങനെയുണ്ട്? നീ കള്ളം പറഞ്ഞുകൊണ്ട് നിനക്ക് ഡൈവോഴ്സ് തരില്ല. അപ്പോൾ ഡൈവോഴ്സ് തന്നാലല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു ആ പൈസ ഞാൻ നിനക്ക് അയാളിൽ എത്ര പൈസയാണോ തന്നേക്കണം അതെല്ലാം ഞാൻ നിനക്ക് തരാം. പക്ഷേ ഇവൾ പറഞ്ഞ പ്രശ്നം, നിന്നെ 1000 വർഷം കൊണ്ട് നടന്നാലും നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിൻ്റെ ജീവിതം ഞാൻ താറുമാറാക്കിയേ പറ്റുള്ളൂ. എനിക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിലെനിക്കൊരു കൊച്ചുണ്ട്, അവൾ വിദേശത്താണ്, അതിവിടെ ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്ന് ഇവൾ പറഞ്ഞതായിട്ട് എന്ന് ഇവളോട് പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് കോടതി കൊടുക്കാമല്ലോ, അത് പറ്റിയില്ല. നമ്മൾ ഈ സൈബർ സെല്ലിലേക്ക് കൊടുത്ത് ഇയാൾ പറഞ്ഞതെടുക്കണം, അത് ഉള്ളതാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, അതൊന്നും എടുക്കാൻ ആളില്ല. അപ്പോൾ ഇയാൾ പെട്ടുപോയി. സ്വാമി എങ്ങനെയെങ്കിലും ഒരു പ്രത്യങ്കര ഹോമം ചെയ്ത് ഇവരെ ഒന്ന് വേർപെടുത്താൻ പറ്റുമോ?
ഞാൻ ചോദിച്ചു, താങ്കളുടെ താഴാണ് പറഞ്ഞത് വേർപെടുത്താൻ പറ്റിയത് പ്രത്യങ്കര ഹോമമാണെന്ന്. അത് പറ്റും സ്വാമി. സ്വാമി ഏതോ ഇല്ലൊക്കെ ഇങ്ങനെ വേർപാടുകളെക്കുറിച്ച് പറഞ്ഞു. ഞാൻ വേർപെടുത്താനൊക്കെ പറ്റും, പക്ഷേ യോഗമുണ്ടോ നോക്കണ്ടേ? നിങ്ങളുടെ ഈ പെൺകുട്ടി ഈ കല്യാണം നടന്ന പെൺകുട്ടിക്ക് പിള്ളേരുണ്ടോ? ആ പിള്ളേരില്ല സ്വാമി. പിന്നെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞത് അത് പിള്ളേരിനെക്കുറിച്ച് അത് പിള്ളേരുണ്ടായാലും കുഴപ്പമില്ല സ്വാമി. എന്നാൽ ആ സ്ത്രീയോടുള്ള അത് പൂർവ്വജന്മമാണ്. സ്ത്രീയോടുള്ള പൂർവ്വമായിട്ടുള്ള ഭീകരമായിട്ടുള്ള പ്രണയമാണ്. കുട്ടി ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് കാണും, അതൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പം ഇയാൾക്ക് പണം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താണ് ഇവിടുത്തെ വിധി? ഞാൻ എപ്പോഴും പറയുന്ന പോലെ വിധി എന്ത് ചെയ്തു? ആ ഭർത്താവ് ഇവൾക്ക് മോചനം കൊടുക്കില്ല. അവൾ നീ കെട്ടണ്ട, നീ അവിടെ നിന്നോ, ഞാൻ പക്ഷേ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുന്ന അവസ്ഥ. എന്തു ചെയ്യാൻ പറ്റും? ഇദ്ദേഹവും രണ്ടുപേരും വിരക ദുഃഖത്തോടു കൂടി ജീവിക്കേണ്ട അവസ്ഥ. വേർപെടുത്താനൊന്നും പറ്റില്ല. കുറച്ച് കഴിയുമ്പം നമുക്ക് ആലോചിക്കാം. തൽക്കാലത്തേക്ക് നിങ്ങൾ വിഷമിക്കാതിരിക്കുമെന്ന് പറഞ്ഞാലും സ്വാമിയിലാണ് എനിക്ക് ആകെ പ്രതീക്ഷ. ഞാൻ എന്നിൽ പ്രതീക്ഷ വയ്ക്കേണ്ട, സ്വാമി കൈവിടരുത്. ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? അയാൾ കൊടുക്കണ്ടേ? ഇനി എന്തെങ്കിലും ക്രൂര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേർപെടുത്താൻ നടക്കുന്ന കാര്യമാണോ? എത്ര പൈസ വേണമെങ്കിലും സ്വാമിക്ക് തരാം, എത്ര പൈസ വേണമെങ്കിലും സ്വാമിക്ക് തരാം. സ്വാമി എങ്ങനെയെങ്കിലും ഇതൊന്ന് അവിടെ മനസ്സിൽ ഞാൻ തന്നെ എന്നെ അവൾക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം. അയാൾ നീചനാണ്, ക്രൂരനാണ്, അയാൾ സിഗരറ്റ്, പിന്നെ അയാൾക്കില്ലാത്ത ദോഷമൊന്നുമില്ല. അത് ആദ്യം പോയവന് അവൻ്റെ അമ്മയാണ് പ്രശ്നം. സ്വാമി ഒരു കാര്യം ചെയ്യൂ, അവൻ്റെ അമ്മ ചാവാതെ അയാൾ മാറത്തില്ല. അവൻ്റെ അമ്മയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആ തള്ള പറഞ്ഞു, നിന്നെ ഈ കോടതി വരാന്തായിട്ട് അവളെ അടിക്കാൻ പോയി അവൻ്റെ അമ്മ ഈ സ്ത്രീയെ. അപ്പോഴാണ് അമ്മായിയമ്മ, ഭർത്താവിൻ്റെ അമ്മയാണ് പ്രശ്നം. അമ്മ പറയുന്നതിനൊരപ്പുറം ഈ മകനെ അപ്പുറത്തോട്ട് പോകില്ല. അതെന്താ? കുട്ടിക്കാലത്ത് ഇയാൾക്ക് ഒറ്റ മകനാണ്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഭർത്താവ് നേരത്തെ മരിച്ചുകൊണ്ട് ഈ മകനെ ലാളിച്ച് അങ്ങോട്ട് വളർത്തി. അമ്മ പറയുന്നതിന് അപ്പുറത്തോട്ട് അവൻ കാല് വയ്ക്കില്ല. ഇന്ന് നീ ഭാര്യയോടൊപ്പം കിടക്കണ്ട എന്ന് പറഞ്ഞാൽ അവൻ ഭാര്യയോടൊപ്പം കിടക്കില്ല. ഇന്ന് നീ രാത്രി ഉറങ്ങാതിരിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങാതിരിക്കും. കല്യാണം ഇന്ന് സിനിമയ്ക്ക് പോകാൻ രണ്ടുപേരും കൂടെ കല്യാണം തീരുമാനിച്ച് ഇവൾ സാരി ഉടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ എനിക്ക് അത്ഭുതമാണ് ശരിക്കും പറഞ്ഞു. ഇതൊക്കെ ഈ രാജ്യത്തുണ്ടോ? ഇപ്പോഴൊക്കെ നടക്കുന്നുണ്ടോ? അമ്മായിയമ്മ പറയും ഇന്ന് പോണ്ട. അയാൾ അപ്പം തന്നെ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കും, കൈയും കൊടുത്തു. എവിടെയാണ് ദാമ്പത്യം? എവിടെയാണ് ജീവിതം? എന്തായാലും രണ്ട് കഷ്ണമായി. ഇപ്പോൾ വേർപെടുത്താൻ നടക്കണം, പൂജ ചെയ്യണം. പൂജയും മന്ത്രവാദവും ഒക്കെ ചെയ്യണവർക്ക് കുറേ പൈസ കിട്ടും എന്നുള്ളതല്ലാതെ ജീവിതകാലത്ത് അയാൾ എന്ന് പറഞ്ഞാൽ ഈ അമ്മ മരിക്കണം. അയാളീ പറഞ്ഞു, ഈ അമ്മയിലൂടെ അമ്മയുടെ മൈക്കാണ് ഇയാൾ. അമ്മ പറഞ്ഞു കൊടുക്കും, നീ ഞാൻ ജീവിച്ചിരിക്കുമ്പം അവളെ നീ മോശം കൊടുത്തോണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെ നിന്ന് പഴുത്ത് വീഴട്ടെ, അവൾ നിന്ന് അഴുകി പോട്ടെ. അത് അമ്മായിയമ്മ മകൻ്റെ ജീവിതവും കൂടെ അഴുകി പോകുകയാണെന്ന് തിരിച്ചറിയാത്ത കുറേ അമ്മമാർ, കുറേ അമ്മായിയമ്മമാർ. സ്വന്തം ഭർത്താവ് എങ്ങനെ പോയാലും കുഴപ്പമില്ല, എൻ്റെ ബന്ധുക്കളൊക്കെ നല്ലതായിട്ടിരിക്കണമെന്ന് പറഞ്ഞ കുറേ പേരെ ഞാനിപ്പോൾ കണ്ടു. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളൊന്നും എങ്ങനെ പോയാലും എനിക്കൊന്നുമില്ല, പക്ഷേ എൻ്റെ ബന്ധുക്കളും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ഏറ്റവും സുഷുപ്തമായിട്ടുള്ള സുഖകരമായ ജീവിതത്തിലൂടെ മാത്രമേ ജീവിക്കാവൂ എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടേ പറ്റൂ. ഞാനിപ്പോൾ ഈ DNA പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് എന്നെ ഓരോരുത്തർ വിളിച്ച് പറയുമ്പോഴാണ് ജീവിതം ഇങ്ങനെ ഒരു ജീവിതത്തിനൊരു മറുപുറമുണ്ടോ നമ്മൾ അറിയണേ. ഇല്ലേ? ജീവിതത്തിൻ്റെ മറുപുറങ്ങൾ ഇനിയുണ്ട്. ഒരച്ഛൻ വളരെ ഷാർപ്പായിട്ടാണ് പെൺകുട്ടികളായിട്ട് വളർത്തിയത്. വളരെ ഷാർപ്പാണ്, സൂചി മുന പോലെയാണ് വളർത്തുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു, സ്വാമിക്ക് ഇവിടം വരെ ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു എവിടെയാണ്? അതിവിടെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് മൊബൈൽ പരിപാടി ഇല്ലല്ലോ, ഞാൻ വല്ലപ്പോഴും വലിയ കാണുന്നത്, എഴുതി ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ കണ്ണേശു ഉപാസന ഉള്ളതുകൊണ്ട് ഞാൻ മാസത്തിൽ 3-4 ദിവസം അവിടെ മുറിപ്പാലത്തടി മാടൻ നമ്മുടെ ക്ഷേത്രത്തിൽ പോയിരുന്ന് പറയും. എന്താണാവൂ? ഞാൻ ഇന്ന ആളാണ്, നല്ല ഉദ്യോഗസ്ഥരാണ്, ഞാനിപ്പോൾ റിട്ടയർ ആവും, ഈ കുറച്ച് ദിവസം ഈ മാർച്ചിൽ അങ്ങോട്ട് റിട്ടയർ ആവും. എൻ്റെ മക്കളുടെ ചില വിഷയങ്ങൾ, ഭൂമി സംബന്ധമായ ചില വിഷയങ്ങൾ, കാരണം 3 പെൺമക്കളാണ്, ഞാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭർത്താനത്തിൽ തന്നെ ധനം ഉണ്ടാക്കിയതിൻ്റെ ഒരു അഹങ്കാരം നല്ലപോലെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഭൂമി ഭാഗം വയ്ക്കുമ്പോൾ
അതിനകത്ത് നമുക്ക് പൂർവികമായി കിട്ടിയ ഒരു ക്ഷേത്രം, അത് ഒരു കല്ലുകളൊക്കെ പണ്ട് സർപ്പത്തിൻ്റെ കല്ലുകളാരാണ്ട് പറച്ചിക്കൊണ്ട് വെച്ചതാണ് അവിടെ പറയുക. ഞാൻ ആ ചരിവുള്ള സ്ഥലത്താണോ വെച്ചത്? അതിൻ്റെ പുറയിലൊക്കെ ചരിവും കുളമൊക്കെ ഉണ്ട്. അത് പണ്ടത്തെ വീടുകളിൽ കാണുമല്ലോ. എന്നാൽ നമ്മൾ പറയണതങ്ങ് നിസ്സാരമാക്കി പിന്നെ നമ്മൾ ചിലരുടെ അടുത്ത് ചോദിക്കും, ഈ കുളവും കാവും ഒക്കെ ഉണ്ടെങ്കിലുള്ള സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുന്നത് നമ്മൾ ആ വസ്തുവിൻ്റെ ആഴത്തിലുള്ള വിവരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ സ്വാമിക്കൊന്ന് ഇവിടം വരെ വരാമോ? ഞാൻ പറഞ്ഞു വരവില്ല എന്ന് പറഞ്ഞല്ലോ, എനിക്ക് വരാനൊന്നും പറ്റില്ല. അല്ല നിങ്ങളാകുമ്പോൾ കുറച്ച് കാര്യം കണിശമായിട്ട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ തെളിഞ്ഞാൽ പറയും, കാരണം എനിക്ക് ജ്യോതിഷം അറിയത്തില്ല, മന്ത്രവാദവും പൂജകളും ഒക്കെ അങ്ങനെ തൊട്ടൊക്കെ പറയും എന്നുള്ളതല്ല, എനിക്കിതിനെക്കുറിച്ച് അറിയാൻ വയ്യ. ഇപ്പോൾ എന്താണ് ചേട്ടൻ്റെ പ്രശ്നം? അത് 3 പേർക്കും ഈ കാവിരിക്കുന്ന സ്ഥലം വേണ്ട. അതെന്താ? അത് അവർക്ക് വേണ്ട. പിന്നെ ഇതെന്ത് ചെയ്യും? ഈ കാവും സാധനങ്ങളും കൂടെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം. നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഉണ്ടോ ഒഴിവാക്കണേ? ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ നാഗങ്ങളെ ഒഴിവാക്കുന്ന ആൾക്കാരില്ല. ഇനി ഒഴിവാക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ആ ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. അതെന്താ? അതൊക്കെ വെറും കല്ലുകളല്ലേ സ്വാമി. സ്വാമിയെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അനന്തഭദ്രം സിനിമ കണ്ടിട്ടുണ്ടോ? അത് എഴുതിയ ആളാണ് ഞാൻ. അതിൽ ഞാൻ നാഗങ്ങളുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാഗക്കല്ലുകൾ എത്ര പഴയതാണെങ്കിലും അത് അതിൽ തൊടാൻ ഞാനില്ല. അപ്പം ഞാൻ അതിനകത്ത് എത്ര കല്ലുണ്ട്? 3 പെൺകുട്ടികളാണ്, 3 പേര് വിവാഹം കഴിച്ചു. ഭർത്താക്കന്മാർ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. മക്കൾക്കുള്ള സ്വത്താണ്. അപ്പോൾ ഇവർക്ക് വിറ്റ് പോകണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ കൊണ്ടുപോയിക്കോട്ടെ, ഇഷ്ടംപോലെ കൈക്കൂലി അഴിമതിയൊക്കെ വാങ്ങിക്കാനെല്ലാം യോഗ്യതയുള്ള ജോലിയിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മാടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അവിടെ അത് താഴോട്ടിറങ്ങി ചെല്ലുമ്പം ജലാംശം ഒരു വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമുണ്ടോ? ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വരമ്പുണ്ടോ? ഉണ്ട്. അത് കാണും. നമുക്ക് മന്ത്രവാദം ജ്ഞാനം ഒന്നും വേണ്ട. അതിനപ്പുറത്ത് വയലല്ലേ? അതാണ്. ആ വയലിൻ്റെ ഭാഗത്ത് ഒരു കമ്പി മുള്ളുവേലി നിൽക്കുന്നതിൻ്റെ അവിടെ ഒരു ഒറ്റ നാഗത്തിനെ ഇങ്ങനെ നിർത്തിയിട്ടില്ലേ? ഉണ്ട്. അതെങ്ങനെ അവിടെ വന്നു? അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ സ്വാമി. ഞാൻ എന്താണ് പറഞ്ഞു കേട്ടത്? അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു യോഗീശ്വര സാന്നിധ്യം ഉണ്ടായിരുന്നു. യോഗീശ്വര സാന്നിധ്യമാണെന്ന് എന്തുവാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഭ്രാന്ത് പിടിച്ചൊരുത്തൻ വന്ന് ഇവിടെ നമ്മുടെ കുടുംബത്തിൽ, അമ്മയുടെ ഇളയ സഹോദരനാണ്, കല്യാണമൊന്നും കഴിക്കാതെ ഇങ്ങനെ ഭ്രാന്തനെ പോലെയൊക്കെ നടക്കുമായിരുന്നു, ഭസ്മമൊക്കെ വാരി തേച്ചുകൊണ്ട്. ഒരു ദിവസം ഈ നാഗത്തിന് ഈ ഒറ്റ തൂണ് പോലെ ഇരിക്കുന്നതിനകത്ത് ഒരു നാഗത്തിൻ്റെ തലയുള്ള സാധനമാണ്. ഇതിനെ പിഴുതുകൊണ്ട് അവിടെ ഇറക്കി വെച്ചു. അത് അവിടെ കിടന്നു. ഞാൻ മറ്റേയാൾ എന്ത് ചെയ്തു? അയാൾ പിന്നെ അവിടെ അങ്ങോട്ട് ചത്ത് കിടന്നു, പാപ്പം കണ്ട് കൊത്തി. ഇത് വളരെ ലാഘവത്തോടു കൂടി പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ താങ്കൾ ഈ പറയുന്നത് വളരെ ലളിതം. ഇന്നത്തെ കാലഘട്ടത്തിൽ, ശാസ്ത്രം വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ എത്ര പേര് ഉൾക്കൊള്ളും എന്ന് എനിക്കറിഞ്ഞൂടാ എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്ന്. പക്ഷേ നാഗത്തിൻ്റെ ശിലകളുള്ള സ്ഥലം, നാഗക്കാവുണ്ടായിരുന്ന സ്ഥലം, നാഗക്കുളമുണ്ടായിരുന്ന സ്ഥലം, ആ നാഗത്തിൽ ഒറ്റ തൂണിലുള്ള നാഗം, ഒറ്റ തൂണിൽ കത്തിയ ആ നാഗമാണ് അനന്തൻ, വാസുകൻ, ശേഷൻ, പത്മനാഭൻ, നഞ്ചൻ, കമ്പലൻ, ശംഖുപാലൻ, ത്രിരാക്ഷൻ, തക്ഷകൻ, കാളിയൻ. തക്ഷകൻ എന്ന് പറയുന്ന നാഗമാണ്. ഒറ്റ കുത്തിന് 2ആയിട്ട് പിളർന്നു പോകും മനുഷ്യൻ. ആ നാഗത്തിനെ എടുത്തു കൊണ്ടുവന്ന് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ എടുത്തുകൊണ്ടെന്ന് ആ വയലിൻ്റെ ഇവിടെ കുത്തി നിർത്തിയത്, അവൻ തക്ഷകം കൊത്തി തന്നെ മരിച്ചിട്ടുണ്ടാവും. എന്തോ പാമ്പെന്തോ കുത്തിയാണ് മരിച്ചെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. വളരെ നിസ്സാരമായിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് 3 പെൺമക്കളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ അടുത്ത് അങ്ങനെയല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ ആരാണ്ട് പറഞ്ഞത്? ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ ഈ ഭാര്യയുടെ നിർബന്ധം, അവർ DNA ചാനൽ നിരന്തരം കാണുന്നുള്ളത് കൊണ്ട് അവർ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. കാരണം നമ്മൾ അന്ധവിശ്വാസം വളർത്തുന്ന, പാമ്പിനെ കണ്ടാൽ അടിച്ചു കൊല്ലണം എന്ന് പറയുന്ന ആ മനുഷ്യനോട് നമ്മൾ വേദാന്തം, വെട്ടാൻ വരുന്ന ബോധത്തിനോട് വേദബോധത്തിൽ കാര്യമില്ല എന്നുള്ള ഒരു അടിവരയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെയാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഉപദേശിച്ച് കാര്യം പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ എത്ര ഏക്കർ സ്ഥലമുണ്ട്? അപ്പം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞു, അവിടെ 2 വീടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ വീട്ടിൽ കിടന്ന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവിടെ അനടക്കം മരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല, അപമൃത്യു വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അതറിഞ്ഞൂടാ, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയാം. കാരണം പുള്ളിക്ക് അത്തരം വിഷയങ്ങളിലോട് നമ്മൾ, അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം. ഞാൻ നിങ്ങളെ 3 പെൺകുട്ടികളായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആ ചേച്ചിയുടെ കയ്യിൽ ഒന്ന് കൊടുക്കുമോ, അമ്മയുടെ കയ്യിൽ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഏതോ നായന്മാരാണ്, നമ്മളെ പോലെ ഏതോ നായരാണ്.
അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ കൊടുത്തു. ഞാൻ പറഞ്ഞു, അമ്മേ ചേച്ചി, ഇദ്ദേഹത്തിന് ദൈവവിശ്വാസമുണ്ടോ? ദൈവവിശ്വാസമോ സ്വാമി, ഒന്നും പറയണ്ട. ഇവിടെ ഒരു വിളക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച മനുഷ്യനാണ്. വിളക്ക് വെച്ചപ്പോൾ കാലുകൊണ്ട് തട്ടിത്തെറിച്ച വളരെ ഭീകരൻ. അദ്ദേഹം വളരെ വലിയ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റോടെ കിട്ടി തലയും മുണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വരാറുണ്ട്, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാര്യത്തിന് ജാതകം നോക്കാനും ഒക്കെ. ഇടയ്ക്ക് അടുത്ത കാലത്ത് ഒരു 4 വർഷം മുമ്പ് ഒരിടത്ത് ചെന്നപ്പോൾ ഇവിടുത്തെ ഒരു വലിയ രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റുകാരൻ, മഞ്ഞൾ തൂക്കണം ഒരു സ്ഥലത്ത്. മഞ്ഞൾ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. നമ്മളെന്താ വിശ്വാസം പടർത്തുന്ന ആളായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വാമി അദ്ദേഹം ഇങ്ങനെ മരിച്ചിട്ടുണ്ട്, പാമ്പ് കുത്തിയാണ് മരിച്ചത്. പിന്നെ മക്കൾ, ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് ആർക്കെങ്കിലും സ്കിന്നിന് പ്രശ്നമുണ്ടോ? സ്വാമി, സ്കിന്നിനേ പ്രശ്നമുള്ളൂ, തൊലി മുഴുവൻ ഇളകി പോവുക 3 പേരുടെയും. അതുകൊണ്ട് ഭർത്താക്കന്മാരുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. ആലോചിച്ച് നോക്കൂ. എനിക്ക് സമാധാനമില്ല സ്വാമി. ഈ മനുഷ്യൻ ഇവിടെ ഒരിക്കൽ സന്ധ്യയ്ക്ക് ഞാൻ വിഷുക്കണി വെക്കാനായിട്ട് വിളക്ക് കൊണ്ടുവന്ന് വെച്ചപ്പം ഇയാൾ കാല് കൊണ്ടെടുത്ത്, അദ്ദേഹത്തിന് എത്ര പേര് പറഞ്ഞു, ഇയാൾ കാല് കൊണ്ട് തട്ടിക്കളഞ്ഞു. സ്വാമി, അദ്ദേഹത്തിന് അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു കാല് എത്ര മരുന്ന് ചെയ്തിട്ടും മാറുന്നില്ല. ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ, എന്നോട് പറഞ്ഞത്, ഞാനങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മളെ DNA പ്രേക്ഷകരോട്. ഞാൻ പറഞ്ഞു, വിശ്വാസങ്ങളെ ഹനിക്കാതിരിക്കുക. വിശ്വാസങ്ങൾ ആ വിശ്വാസത്തിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. നീ എന്തിനാണ് തള്ളിപ്പറയാൻ നിൽക്കണം? അദ്ദേഹത്തിൻ്റെ കാല് പോയി, കാല് വേദന കൊണ്ട് നിവർത്തിയില്ല. അവസാനം ഞാൻ പറഞ്ഞു, CBN കളരിയിൽ പോയിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വലിയൊരു ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു നോക്കൂ. കാരണം കാൽമുട്ടുകൾക്ക് നീര് വരിക, എന്നിട്ട് ആ ദിവസം അസഹനീയമായ വേദനയാണ്. 3 പെൺകുട്ടികൾക്കും സ്കിന്നിന് തൊലി അങ്ങ് ഇളകിപ്പോവാന്ന്, പാമ്പിൻ്റെ തൊലി ഇളകിപ്പോകുന്ന പോലെ ഇളകിപ്പോവുക. കുറേ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, സ്വാമിയെ ഒന്ന് വിളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അവരെന്നെ പിന്നെ വിളിച്ചു. ഈ മനുഷ്യൻ പോയതിന് ശേഷം, സ്വാമി, ജീവിതം ഇത്രയും നരകതുല്യമായ ഒരു ജീവിതമുണ്ടോ സ്വാമി? 3 പെൺമക്കളെ പ്രസവിച്ചു. നിങ്ങൾക്ക് 4 കുട്ടികളുടെ യോഗമാണ് ഉണ്ടായിരുന്നത്. ഒരു കുട്ടി ഇല്ലാതായിപ്പോയി. ഇല്ലാതായത് മഹാഭാഗ്യം. ഈ 3 കുട്ടികൾക്കും സ്കിൻ ഡിസീസുകളുടെ ഭർത്താക്കന്മാരുമായിട്ട് ഭയങ്കര, പിന്നെ വിയർപ്പിൻ്റെ അസഹനീയമായ ഗന്ധം കൊണ്ട് ഈ ഭർത്താക്കന്മാർ പലപ്പോഴും വീട്ടിൽ വരാറില്ല എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളെപ്പോലും എടുക്കുന്നില്ല. എന്തൊരു ദയനീയമായ ഒരവസ്ഥയാണ്. നമ്മൾ എന്തൊക്കെ വിശ്വാസത്തിനെ തള്ളിപ്പറഞ്ഞാലും എന്തൊക്കെ, എല്ലാവരുടെ വിയർപ്പിനും ഗന്ധം ഉണ്ടാവാൻ നമ്മൾ സ്പ്രേ ഒക്കെ അടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരടുത്ത് വരുമ്പം ദുർഗന്ധം എന്നാണ് പറയുന്നത്. ഈ സ്കിന്നിൻ്റെ ഈ സർപ്പദോഷത്തിന് അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്, സ്കിന്നിലുണ്ടാകുന്ന വിഷയമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ ഭർത്താവ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കളമെടുത്ത് പാട്ട് നടത്തണം. യക്ഷിക്കളം വരയ്ക്കണം, യക്ഷിയുടെ കളം, വലിയ യക്ഷിക്കളം വരച്ചിട്ട് ഈ 3 കുട്ടികളെ അതിനകത്ത് ഇരുത്തി ചിലപ്പോൾ അവരാടും, നന്നായിട്ട് ആടുമ്പം അവർ ചോദിക്കും, പുള്ളവന്മാർ ചോദിക്കും, പുള്ളോക്കടം കൊട്ടുന്നവരാണ്. അവർ ചോദിക്കും, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും. ആ പറയുന്ന പരിഹാരം ചെയ്യണം. ഞാൻ നടുങ്ങിപ്പോയിട്ടുണ്ട്, പുള്ളോക്കടം കൊണ്ട് പാടിച്ച് ചെയ്ത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു 4 വർഷത്തിന് മുമ്പ് ഞാനൊരിടത്ത് സന്താനങ്ങളില്ലാത്ത ഒരാളുടെ വീട്ടിൽ ഈ പരിഹാരം ചെയ്തു. അപ്പോൾ നമ്മളാ പുച്ഛത്തോടു കൂടിയേ കാണുള്ളൂ, പിന്നെ ഇനിയിപ്പോൾ ഇത് ചെയ്യാത്തതിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ 2-3 പെൺകുട്ടികൾ വന്ന് എന്നോട് ചോദിച്ചു, സ്വാമിയാണ് അനന്തഭദ്രം എഴുതിയത്? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് എഴുതിയത്. അതിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നാഗം കുഞ്ഞൂട്ടാൻ, ഞാൻ പറഞ്ഞു അതൊക്കെ കഥകളാണ്, അത് പോട്ടെ. ഇവിടെ ഈ നാഗത്തിന് ഇരുന്നാൽ തുള്ളുമെന്ന് സ്വാമി പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ ഞങ്ങളിരിക്കാം, ഞങ്ങളൊന്ന് തുള്ളിക്കൂ എന്ന് ചോദിച്ചു. ഞാൻ തുള്ളിക്കൂല, പക്ഷെ നിങ്ങൾ തുള്ളും. 3 പെൺകുട്ടികൾ, എനിക്കിപ്പോഴും അവരുടെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഞങ്ങൾ തുള്ളുപൊടി എന്ന് മറ്റോട് ചോദിച്ചു. ഞങ്ങൾ തുള്ളൂല. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും പറയാനില്ല, നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ, ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എന്നെ ഏർപ്പെടുത്തിയ ആളിനോട് പറഞ്ഞു. അപ്പോൾ അവർ എനിക്കുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല, അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവരിരുന്നോട്ടെ. എൻ്റെ പ്രത്യങ്കരാദേവി സത്യമായിട്ട് ആ 3 പെൺകുട്ടികളും പാമ്പഴയണ പോലെ ഇഴഞ്ഞ് ആ കളത്തിൽ, പാമ്പഴയുന്ന പോലെ. അതിൽ ഒരു പെൺകുട്ടിക്ക് സന്താനങ്ങളില്ലാതിരുന്നു, ഒരു പെൺകുട്ടിക്ക് സന്താനം ജനിച്ചു. അതാണ് അതിനകത്ത് വലിയ, നമ്മൾ ഈ തള്ളിപ്പറയുന്ന പലതും കൃത്യമായിട്ട് അത്തരം പരിഹാരങ്ങൾ ചെയ്താൽ അതിന് ഫലമുണ്ടാകും. നാഗത്തിൻ്റെ അനുഗ്രഹം, ഞാൻ കണ്ടേ നാഗത്തിന് ഇട്ടേക്കുന്നത്, നാഗം മാത്രമാണ് ധരിക്കേണ്ടത്, നാഗമാണ്. മനുഷ്യ ശരീരവും മനുഷ്യൻ്റെ കർമ്മങ്ങളും എല്ലാം നാഗനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ. നാഗം ശോഷിച്ചവനെ, നാഗം ക്ഷയിച്ചു പോയവനെ
കഞ്ചാവും ചരസും ഒക്കെ വലിച്ച് സീർട്ടും ഒക്കെ വലിച്ച് മദ്യം കുടിച്ചവൻ്റെയൊക്കെ നാഗങ്ങൾ നശിച്ചു പോകും. അവൻ്റെ 3-ാം തലമുറ വംശനാശം, വംശം ക്ഷയിച്ചില്ലാതായി പോകും. അല്ലേ? പാമ്പായിട്ട് വരണമെന്ന് കേട്ടിട്ടില്ലേ? ആടുമ്പോൾ എന്താണ് അതിൻ്റെ ലഹരി കൂടും, ലഹരിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഞാൻ കണ്ടിട്ടുണ്ട്, കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കണമെങ്കിൽ പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർ വരികയും ഇതിനെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുന്നവർ അനുഭവിക്കുന്നതിന് നമുക്ക് കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. സ്വാമിക്ക് സ്വാമിക്ക് വേറെ പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ സ്വാമി ആദ്യം നന്നാവട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാനുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഞാനും ടീച്ചറും മാത്രം, കാല ടീച്ചറും ഇവിടെ ഇന്നിപ്പോൾ പോയി ഗ്യാസ് കുറ്റിയെടുത്ത പോലെ, കുറച്ച് സുഹൃത്തുക്കളെ സ്നേഹിച്ച പോലെ, കുറച്ച് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ എഴുതി ജീവിക്കുന്ന പോലെ, ആ മുറിപ്പാളത്തെ ഒരു അമ്പലത്തിൽ പറഞ്ഞാൽ ഉള്ളതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് വലിയ ആഡംബരമായുള്ള ജീവിതത്തിനൊന്നും നമുക്ക് ചെറിയൊരു വണ്ടിയുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയി അങ്ങ് പോട്ടെ, അല്ലേ? കാഞ്ചൊരു ആശ്രമമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞാൽ, ഇന്നലെ ഒരുപാട് പേര് പിടിച്ചു, സ്വാമിക്ക് അവകാശികളില്ല എന്നൊക്കെ പറയില്ല. ഇനി സ്വാമി അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെല്ലാം സ്വാമിയെ സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടാൻ എല്ലാം ഞാൻ സ്വീകരിച്ചു. എനിക്ക് സന്തോഷമായി. നമ്മളെ കണ്ടിട്ടില്ലാത്ത എത്രയോ പേര് വിളിച്ചിട്ട് സ്വാമി ഇനി അങ്ങനെ പറയരുത് കേട്ടോ. പിന്നെ സ്വാമി ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, സ്വാമി ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് വീണ് എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. സ്വാമി അങ്ങനെ പറഞ്ഞ എന്തിനാണ്? ഞാൻ പറഞ്ഞു, അത് പൂർവ്വജന്മം പറയുമ്പം അങ്ങനെ ഉണ്ടാവില്ലേ? എന്നെ കാണാൻ വരുന്ന ആളാണ്. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് സ്വപ്നങ്ങൾ കൂടുതൽ കാണുന്നു. അപ്പം ഞാൻ ചോദിക്കും, ഇത്രയും സ്വപ്നം കാണുന്നവരുണ്ടോ ജീവിതത്തിൽ? അപ്പോൾ ഒരാൾ പറയാണ്, സ്വാമി ഞാൻ ഇന്ന് കുതിരപ്പുറത്ത് പോകണമായിട്ട് സ്വപ്നം കാണുന്നു. കുതിരപ്പുറത്ത് പോകുന്നതാണ് സ്വപ്നം. ഞാൻ എങ്ങനെയുള്ള സ്ഥലത്തൂടെ? അതൊരു മരുഭൂമിയിലൂടെ ഞാൻ ഇങ്ങനെ വളരെ വേഗത്തിൽ കുതിര ഓടിച്ചിങ്ങനെ പോവുകയാണ്. ഞാൻ ചോദിച്ചു, നമുക്ക് എന്താണ് പണി? എനിക്ക് പ്രത്യേകിച്ച് പണിയില്ല, റബ്ബർ ടാപ്പിങ്ങൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പം വെട്ടാനൊന്നും നിവർത്തിയില്ല, റബ്ബർ കൂലി കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പണി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ കുറേ ദിവസമായിട്ട് ഞാൻ ഈ കുതിരയുടെ കുളമ്പടി ശബ്ദവും കുതിരപ്പുറത്ത് ഇങ്ങനെ ഞാൻ പാഞ്ഞു പോകണതായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കല്യാണം കഴിച്ചു. വെള്ളം വല്ല മദ്യപാനം ഉണ്ടോ? ഇല്ല. സിഗരറ്റ് വലി ഇല്ല. വേറെ ഭാര്യയായിട്ട് വഴക്കെ കൂടും. എന്നാലും സ്നേഹമുള്ളവളാണ് സ്വാമി, വെച്ച വിളമ്പിയൊക്കെ തരും. പിന്നെ അവളിപ്പം പറയും, ഇങ്ങനെ നിങ്ങൾ ചുമ്മാ കയറി ഇരിക്കാതെ. പിന്നെ ആകെയുള്ളൊരു വിനോദം എന്നും സിനിമയ്ക്ക് പോകുന്നു. പെട്ടെന്ന് ഞാൻ എന്നെയും ടീച്ചറെ ഓർത്ത്, ഞങ്ങൾ സ്ഥിരം പരിപാടി എന്നും ഓരോ സിനിമ കണ്ടത് തന്നെ വീണ്ടും കാണും. 2 മണിക്കൂർ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാതെ, ആരുടെയും ദുരിതങ്ങളൊന്നും കേൾക്കാതെ, പ്രശ്നങ്ങളൊന്നും കേൾക്കാതെ, ഫോണൊന്നും എടുത്ത് തലവും പറയുന്നത് കേൾക്കണം, സിനിമ തിയേറ്ററിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ പോകും. പിന്നെ രാത്രി ദീപയും സുരേഷൊക്കെ എന്നും വിളിക്കും. ഇത് വിദേശത്തുണ്ട്, ദീപ ഇപ്പോൾ സ്ഥലത്തുണ്ട്. പിന്നെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. കുറച്ച് പേരൊക്കെ വിളിക്കും, വളരെ കുറച്ച് പേര് സ്നേഹമുള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കും. അതൊക്കെ തന്നെ ജീവിതത്തിലെ സന്തോഷം. അപ്പോൾ കുതിരപ്പുറത്ത് കയറുന്ന ആളിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട. നിങ്ങൾക്ക് കുറേ കൃഷിഭൂമി കിട്ടും. അവിടെ നിങ്ങൾ കൃഷി ചെയ്യും. അയ്യോ സ്വാമി, അതിന് നമുക്ക് ഒരു നിവർത്തിയില്ല. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത്? ഒരു കുതിര ഓടിച്ച് പോകുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അത് മരുഭൂമി കൂടാണ്. എന്നാൽ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന നല്ല കൃഷിസ്ഥലം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിനോട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി പറയുകയാണ്, സ്വാമി ചേട്ടൻ്റെ കുറേ ഭൂമിയുണ്ട്. ചേട്ടൻ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ അവിടെ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല, ഒരു 4-5 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് കൃഷി ചെയ്യാൻ വയ്യ. മക്കൾ പറഞ്ഞു ഇനി അത് അനിയനങ്ങ് കൊടുത്തേക്കാൻ. സ്വാമി പറഞ്ഞത് വളരെ ശരിയായി കേട്ടാ. എനിക്ക് ആ ഭൂമി ഞാനത് എടുത്ത് ചെയ്യട്ടെ സ്വാമി, ഞാനവിടെ ഒന്ന് വീഴണം. സ്വാമി ആ സ്ഥലവും പറഞ്ഞു തന്നു. സ്വാമി അവിടം വരെ ഒന്ന് വരണം. ഇത്ര കൃത്യമായിട്ട് സ്വാമി അത് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ കുതിര വണ്ടിയല്ല, ഒരു കുതിരയിൽ യാത്ര ചെയ്യുന്നതായിട്ട്, കുതിര ഓടിച്ചു പോകുന്നതായിട്ട്, പ്രത്യേകിച്ച് മരുഭൂമിയിലൂടെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിസ്ഥലം ലാഭത്തിൽ വരികയും കൃഷിഭൂമിയുടെ ഉടമയായി തീരുകയും കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാക്കി ധനവാനാവുകയും ചെയ്യുന്നതുകൊണ്ട് ലക്ഷണം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. എല്ലാം നിങ്ങളുടെ നന്നായിട്ട് കൃഷി ചെയ്യൂ, എല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാം ഈശ്വരൻ തരട്ടെ, ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള സന്തോഷങ്ങൾ കൂടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം കഴിഞ്ഞു. ഇന്നലെ ഞാൻ പൂരുരുട്ടാതി പറഞ്ഞു. ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറഞ്ഞാലും നടുവിന് വേദന ഉണ്ടാകാതെ സൂക്ഷിക്കണം. നടുവേദന, കണ്ണുകൾക്ക് രോഗാവസ്ഥ വരാതെ, പ്രമേഹ രോഗമുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. പ്രമേഹ രോഗം, എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകാനും
എല്ലുകൾക്ക് ബലക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളോട് കലഹമുണ്ടാകുക, ബന്ധുക്കളോട് കലഹമുണ്ടാക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ നടന്നാലും നടന്നാൽ എവിടെ വാളാ, എന്താ അതിനൊക്കെ പ്രശ്നം എന്ന് അങ്ങോട്ട് ചോദിക്കാതെ വരാൻ പോകുന്ന 7 ദിവസം ഉത്രട്ടാതി നക്ഷത്രക്കാർ അങ്ങോട്ട് കയറി ചൊറിയാതിരിക്കുകയും സ്വന്തം ശരീരത്തിൽ ചൊറിഞ്ഞാൽ തന്നെ മുറിവുണ്ടാകാതിരിക്കുകയും ചെയ്തു പറയണം. ചെറിയ സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഓണക്കാലം കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.